സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. മലയോര തീരദേശ മേഖലകളിലടക്കം ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും അതിശക്തമായിട്ടുള്ള മഴയും ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് പ്രകാരം വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നിലവിലുണ്ട്. അത് തുടരുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെയും ഒപ്പം തീവ്ര ന്യൂനമർദ്ദത്തിൻ്റെയും സ്വാധീന ഫലമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ കിട്ടുകയും ചെയ്യുക. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുകയാണ്. തീവ്ര ന്യൂനമർദ്ദം അത് ഡിപ്രഷൻ എന്നാണ് അതിനെ പറയുന്നത്. പശ്ചിമ വിദർഭയ്ക്കും അതോടൊപ്പം തന്നെ തെക്കൻ മധ്യപ്രദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുകയാണ്. അടുത്ത 24 മണിക്കൂറിലൂടെ വിദർഭ, തെക്കൻ മധ്യപ്രദേശ്, സമീപ മഹാരാഷ്ട്ര പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. വെൽ മാർക്ക്ഡ് ലോ പ്രഷർ ഏരിയ എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായും ന്യൂനമർദ്ദത്തെ പറയുകയും ചെയ്യുന്നത്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ മഴ കിട്ടുകയും ചെയ്യുക. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ, ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാലവർഷത്തിൻ്റെ പ്രഭാവം അത് സെപ്റ്റംബർ വരെ തുടരുമെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കർക്കിടക കാലമാണ്. ഓണനാൾ വരെയും മഴ തുടരാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയും വടക്കൻ കേരളത്തിലായിരുന്നു കൂടുതൽ അലർട്ടുകൾ. വ്യാപകമായിട്ടുള്ള ഒറ്റപ്പെട്ട ഇടങ്ങൾ മഴയൊക്കെ തന്നെയും കിട്ടിയിരുന്നതെങ്കിൽ അതിപ്പോൾ തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും കൂടി മാറുന്നു. തിരുവനന്തപുരത്തടക്കം മഴ ഏറെയും കുറഞ്ഞും കൂടുതലുമായിട്ടൊക്കെ തന്നെയും പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും അടുത്ത 5 നാൾ മഴയെ കരുതിയിരിക്കണം. മഴയുടെ പ്രഭാവം അത് കേരള തീരത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് IMDയുടെയും ഒപ്പം KSDMAയുടെയും മുന്നറിയിപ്പിലും ജാഗ്രതാ നിർദ്ദേശങ്ങളിലും പറയുകയും ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.